രാജു ദീർഘകാലത്തെ എൻ്റെ വളരെ അടുത്ത സഹപ്രവർത്തകനും സുഹൃത്തുമാണ്. കൃത്യമായി പറഞ്ഞാൽ 50 കൊല്ലക്കാലമായി ഞങ്ങൾ തമ്മിലുള്ള ബന്ധമുണ്ട്. 1975 അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ സംസ്ഥാന പാർട്ടി സ്കൂൾ ഞങ്ങൾ ഇവിടെ വടക്കഞ്ചേരി വെച്ച് നടത്തിയിരുന്നു. അന്ന് ആർക്കും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ വടക്കഞ്ചേരി അഗ്രഹാരത്തിൽ വെച്ചാണ് ആ പാർട്ടി സ്കൂൾ നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 50ഓളം വിദ്യാർത്ഥികളുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ സ്റ്റേറ്റിൽ നിന്നൊട്ടാകെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ. ഡൽഹിയിൽ നിന്ന് മോഹിസ്റ്റൻ എന്ന ഞങ്ങളുടെ പാർട്ടി നേതാവും PR നമ്പ്യാരടക്കമുള്ള പാർട്ടി നേതാക്കന്മാരെല്ലാം ഇവിടെ ക്യാമ്പ് ചെയ്യുമായിരുന്നു. അതെല്ലാം വടക്കഞ്ചേരി അഗ്രഹാരത്തിലായിരുന്നു. ഇന്ന് പോലും ഒരാൾക്ക് അവിടെ ഒരു ഗ്രാമത്തിലൊരു പരിപാടി നടത്താൻ സാധിക്കില്ല. അന്ന് ഞങ്ങളത് സംഘടിപ്പിച്ചു. അവരതിന് ചില മഠം ഒഴിഞ്ഞു തന്നു. അവരവിടെ താമസിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി, ഭക്ഷണം ഉണ്ടാക്കാൻ. ഒരു കണ്ടീഷനേ ഉള്ളൂ, മത്സ്യമാംസങ്ങൾ വെക്കരുത്. അത് ഞങ്ങൾ ഉപേക്ഷിച്ചു. അത് പുറമേ നിന്നുണ്ടാക്കി അവിടെ കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുകയാണ് ചെയ്തത്. അന്ന് രാജു അതിൽ പങ്കെടുത്തിട്ടുണ്ട്. 40 ദിവസത്തെ ക്ലാസ്സായിരുന്നു. അത് ഞാനാണ് ഇവിടെ ഓർഗനൈസ് ചെയ്തതും അതിൻ്റെ ചുമതലക്കാരനും. അന്ന് മുതൽക്കുള്ള ബന്ധമാണ് രാജുവുമായിട്ടുള്ള എൻ്റെ ബന്ധം. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളൊരു 6-7 മാസം മോസ്കോയിൽ ഒന്നിച്ച് പോയി. ഒരു മുറിയിലാണ് താമസിച്ചത്. കൃഷ്ണകണിയാമ്പറമ്പിലുണ്ടായിരുന്നു, രാജു ഉണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു. ഞങ്ങളൊരു മുറിയിലാണ്. പിന്നെ കാന്തലോട്ട് കുഞ്ചമ്പ് അതുപോലെ നേതാക്കന്മാരെല്ലാം ഉണ്ടായിരുന്നു. അതൊരു 7 മാസക്കാലത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ ജീവിതം പോലെ തന്നെയായിരുന്നു. പിന്നെ ഞങ്ങൾ 10 കൊല്ലം തുടർച്ചയായിട്ട് അസംബ്ലിയിലുണ്ടായിരുന്നു. അയാൾ 91 മുതൽ 2001 വരെ മെമ്പറായിരുന്നു. ഞാനും ആ സമയത്ത് അസംബ്ലിയിലുണ്ട്. ഞാൻ 96 മുതൽ 2001 വരെ മന്ത്രിയുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദ ബന്ധം, സ്നേഹബന്ധം, പാർട്ടിയില്ല സഹപ്രവർത്തക എന്നുള്ള വലിയ ബന്ധം എല്ലാം വളരുകയായിരുന്നു. അയാൾ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റാണ്. പറവൂർ പ്രദേശത്ത് പോയാൽ അറിയാം അയാളുടെ ജനസ്വാധീനം എന്താണെന്ന്. ഇന്നലെ മരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി. എല്ലാ വിഭാഗം ജനങ്ങളും, നാനാജാതി മതസ്ഥർ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ സ്വന്തം കുടുംബത്തിലെ ഒരു സഹോദരൻ മരിച്ച ദുഃഖത്തോടു കൂടിയിട്ടാണ് അവിടെ വന്നിരുന്നത്. BJP ഉണ്ടായിരുന്നു, കോൺഗ്രസിൻ്റെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ, കേരള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമില്ലാത്തവരും എല്ലാവരും ഉണ്ടായിരുന്നു. അതൊരു പൊതുപ്രവർത്തനം കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അങ്ങനെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു പൊതുപ്രവർത്തകൻ, 10 കൊല്ലം MLA, അതുപോലെ തന്നെ 10 കൊല്ലത്തോളം ജില്ലയുടെ പാർട്ടിയുടെ സെക്രട്ടറി. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു മുഖം എറണാകുളം ജില്ലയിൽ ആരോട് ചോദിച്ചാലും പറയുക രാജുവാണ്. ആ സഖാവ് സീരിയസ് ആയിട്ടുള്ളൊരു അസുഖമാണ് എന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ തന്നെ ആ കാര്യത്തിൽ ഇടപെടുകയും അദ്ദേഹത്തെ വിദേശത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കേണ്ടി വരികയാണെങ്കിൽ ചെയ്യണമെന്നുള്ള ധാരണയിൽ മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കുകയും മുഖ്യമന്ത്രി അതിനാവശ്യമായ സഹായങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തു. ആ സാഹചര്യത്തിലാണ് അമേരിക്കയിൽ പോയാൽ ചികിത്സിക്കുന്ന ആ ഡോക്ടർ ചെന്നൈയിൽ വരുന്നുണ്ട് എന്ന വിവരം മുഖ്യമന്ത്രിക്ക് കിട്ടി. മുഖ്യമന്ത്രി രാജുവിൻ്റെ എല്ലാ ഈ രോഗവിവരങ്ങളും അടങ്ങുന്ന ഫയലും ആവശ്യപ്പെട്ടു. അത് കൊടുത്തു. അത് അദ്ദേഹം ഡോക്ടർക്ക് കൊടുത്ത് കൺസൾട്ട് ചെയ്ത് ഒരാഴ്ചക്കാലം മദുരാശിയിൽ പോയി ചികിത്സിച്ചിട്ടാണ് തൽക്കാലം ആ രോഗം ഭേദമായത്. പിന്നെ കഴിഞ്ഞ ഒരു കൊല്ലത്തിലേറെ കാലം വളരെ ആക്റ്റീവായിട്ട് ഓടി നടക്കുകയായിരുന്നു. ഇപ്പോൾ വീണ്ടും പെട്ടെന്ന് അസുഖമായി ഒരു 10-15 ദിവസം കൊണ്ടാണ് ഈ സിറ്റുവേഷനൊക്കെ മാറി മറിഞ്ഞത്. അതല്ല, എനിക്ക് തോന്നിയത് ഇത്രയേറെ നാട്ടിൽ അംഗീകാരമുള്ള ഒരു ജനപ്രതിനിധി ഈ ഇല്ലാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ ഒരു അപവാദത്തിന് ഇടയായി എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ പങ്കുവെക്കാറുണ്ട്. കള്ളനായി ഈ ചീത്തയാക്കി എന്നെ ഈ പാർട്ടിയിൽ നിന്ന് ഇത്തരം ഒരവസ്ഥയിലേക്ക് എത്തിക്കേണ്ടിയിരുന്നില്ല എന്ന ഒരു കുറ്റബോധം ആ സഖാവിനുണ്ട്. അത് ഇടപെടേണ്ടവർ, പറയേണ്ടവർ സമയത്ത് പറഞ്ഞില്ല എന്ന ഒരു ഫീലിംഗാണ്.